ഇന്നത്തെ വയലിൻ അടിസ്ഥാന പാഠം ക്ലാസ്സിൽ അലങ്കാരങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സപ്തതാളങ്ങൾ എന്ന് പറയുന്നത് ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിങ്ങനെയാണ്. ഈ അലങ്കാരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് താളത്തിനെക്കുറിച്ച്, അതിൻ്റെ ജാതികളെക്കുറിച്ച് ഒക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാട്ട് പാടുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് താളം പിടിക്കുക എന്നുള്ളത്. അടിച്ച് വിരൽ എണ്ണുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടിച്ച് വിരൽ എണ്ണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന ഭാഗത്തിന് പറയുന്ന പേര് ദ്രുതം. ഇനി ഒരടി മാത്രമുള്ള ഒരു പ്രവൃത്തിയുണ്ട്, അതിന് അനുദ്രുതം എന്നും പറയും. അപ്പോൾ അടിച്ചിട്ട് 1, 2, 3 ഇങ്ങനെ വിരലുകൾ എണ്ണുന്നത്, അത് നമുക്ക് അടിച്ചിട്ട് 1, 2 വിരലുകളാവാം, 3 വിരലുകളാവാം, 4 ആവാം, 5 ആവാം. ഇങ്ങനെ അടിച്ച് വിരലെണ്ണുന്ന ഭാഗത്ത് എണ്ണത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഭാഗത്തിനാണ് ലഘു എന്ന് പറയുന്നത്. ഇനി ദ്രുതം എന്ന് പറയുന്നത് അടിച്ച് ഇങ്ങനെ വീശുന്നതിനാണ്. അപ്പോൾ ആദ്യതാളത്തിൽ ഇങ്ങനെ 1 ഇങ്ങനെ 2 പ്രാവശ്യം വീശുന്നുണ്ട്. അപ്പോൾ അത് 2 ദ്രുതമാണ്. നമ്മൾ സപ്തസ്വരങ്ങൾ മുതൽ ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം ആദ്യതാളത്തിലുള്ളതാണ്. അപ്പോൾ സ, രി, ഗ, മ, പ, ധ, നി, സ ഇങ്ങനെ അടിച്ച് വീശുന്നത് 2 പ്രാവശ്യമാണ്. അതിന് 2 ദ്രുതം. ദ്രുതം എപ്പോഴും 2 ആയിരിക്കും. 1, 2. ഒരു ദ്രുതമാണെങ്കിൽ 1, 2. 2 ദ്രുതമാണെങ്കിൽ 1, 2, 1, 2. അപ്പോൾ 1, 2, 3, 4 ആയി. ഇനി ലഘുവിൻ്റെ സ്ഥാനത്ത്, അതായത് അടിച്ച് ഇങ്ങനെ വിരലെണ്ണുന്ന ഭാഗത്താണ് ജാതി വ്യത്യാസം വരിക. അതായത് വിരൽ നമുക്ക് ഒരു താളത്തിൽ ചിലപ്പോൾ 3 വിരലേ എണ്ണത്തുള്ളൂ. അത് ആ കീർത്തനമോ ഒക്കെ തീരുന്നത് വരെ ഇങ്ങനെ തന്നെയായിരിക്കും, ഈ 3 വിരലായിരിക്കും എണ്ണുക. ഇനി 4 വിരലെണ്ണുന്ന കീർത്തനങ്ങളുണ്ടെങ്കിൽ ആ കീർത്തനം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ 4 വിരലായിരിക്കും എണ്ണുക. ഈ വിരലെണ്ണുന്ന ഭാഗത്താണ് ജാതികൾ മാറി വരിക. അതായത് ജാതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിസ്രജാതി, ചതുരസ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി ഇങ്ങനെ 5 ജാതികളാണ് ഉള്ളത്. അതായത് അടിച്ച് വിരലെണ്ണുന്ന ഭാഗം അവിടെ 1, 2, 3 അടി ഉൾപ്പെടെ 3 എണ്ണമാണ്. അതായത് അടി, 1ാമത്തെ വിരൽ, 2ാമത്തെ വിരൽ, ഇങ്ങനെ അടി ഉൾപ്പെടെ 3, ടോട്ടൽ 3ന് തിസ്രം എന്ന് പറയും. ഇനി അടി ഉൾപ്പെടെ 1, 2, 3, 4 അതായത് അടിയും 3 വിരലും ചേർന്ന് വരുന്ന ഭാഗം ചതുരസ്രം. ആ എണ്ണത്തിന് പറയുന്ന പേരാണ് ചതുരസ്രം. ഇനി അടിച്ച് 4 വിരലെണ്ണുന്നു, 1, 2, 3, 4, 5, ഇതിന് ഖണ്ഡം എന്ന് പറയും. അടിച്ച് 4 വിരലെണ്ണുന്നു, അടി ഉൾപ്പെടെ 4 വിരൽ, അടിയൂടെ ചേർത്ത് 5 ആയി. അപ്പോൾ 1, 2, 3, 4, 5 ഇതിന് ഖണ്ഡം എന്ന് പറയും. ഇനി 6 എന്ന് പറയുന്നത് അടിച്ച് 5 വിരലെണ്ണുന്നു, 1, 2, 3, 4, 5, 6. നമ്മൾ നേരത്തെ 6ൻ്റെ പകുതി 3 തിസ്രം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് തിസ്രത്തിൽ തന്നെ വരുന്നതാണ്. ഇനി 7 എന്ന് പറയുമ്പോൾ അടിച്ചിട്ട് 6 വിരലെണ്ണണം, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 വരുന്നതിന് മിശ്രം എന്ന് പറയും. അടുത്തതായിട്ട് സങ്കീർണമാണ്. സങ്കീർണം എന്ന് പറയുമ്പോൾ 9ആണ്.
1 2 3 4 5 6 7 8 9 അടിച്ചിട്ട് 8 വിരലെണ്ണും. ഇതിനാണ് സങ്കീർണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ താളത്തിലും ജാതികളുടെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിനും ആകെയുള്ള എണ്ണത്തിനും വ്യത്യാസം വരും. ചതുരശ്ര ജാതി ധ്രുവതാളമാണ് ആദ്യമായിട്ട് നമുക്ക് സപ്തതാള അലങ്കാരങ്ങളിൽ പഠിക്കുവാനുള്ളത്. അതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ലഘു, ദ്രുതം, ലഘു, ലഘു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അടിച്ച് വിരലെണ്ണുന്ന ഭാഗമാണ് ലഘു. അപ്പോൾ അടിച്ച് വിരലെണ്ണുന്ന ഒരു ഭാഗവും, പിന്നെ ദ്രുതം അടിച്ച് വീശുന്നതും, പിന്നീട് ലഘു ലഘുവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ച് വിരലെണ്ണും, വീണ്ടും അടിച്ചിട്ട് വിരലെണ്ണും. അപ്പോൾ ലഘു, പിന്നെ ദ്രുതം, ലഘു ലഘു. ഇനി ഈ ലഘുവിൻ്റെ ഭാഗത്താണല്ലോ ജാതി വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ അലങ്കാരത്തിൽ ചതുരശ്ര ജാതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചതുരശ്ര ജാതി ധ്രുവതാളം. ചതുരശ്രം എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. അപ്പോൾ സ രി ഗ മ 1 2 3 4. അപ്പോൾ ലഘുവിൻ്റെ സ്ഥാനത്ത് 1 2 3 4. അത് കഴിഞ്ഞിട്ട് ദ്രുതം. ദ്രുതം എപ്പോഴും 2 തന്നെ, 5 6. ഇനി 2 പ്രാവശ്യം ലഘുവുണ്ട്. 1 2 3 4 1 2 3 4. അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇങ്ങനെ 14 അക്ഷരങ്ങൾ ചേരുന്നതാണ് ഈ ധ്രുവതാളത്തിൻ്റെ ആദ്യത്തെ വരി. 1 2 3 4 5 6 7 8 9 10 11 12 13 14. സരിഗമ ഗരി സരിഗരി സരിഗമ എന്നാണ് ഒന്നാമത്തെ വരി. ഇത് സ്വരങ്ങൾ അടുക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടുന്നത്. ആദ്യത്തെ വരി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വരികളും സ്വരങ്ങളുടെ ക്രമം മനസ്സിലാക്കി നമുക്ക് വായിച്ചു പോകുവാൻ കഴിയും. ആദ്യത്തെ വരി എന്ന് പറയുന്നത് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരിക. അതായത് സായിൽ തുടങ്ങി സ രി ഗ മ ഗ രി മാ വരെ പോയിട്ട് തിരിച്ചു വരും. അതായത് 4 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വരും. ഇനി അടുത്ത പ്രാവശ്യം സായിൽ തുടങ്ങി 3 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വരണം. സ രി ഗ രി. പിന്നീട് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോകണം. സ രി ഗ മ. അതായത് 4 സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ സ രി ഗ മ. തിരിച്ചു വരുമ്പോൾ ഗ രി. ഇനി സായിൽ നിന്നും 3 സ്വരങ്ങൾ പോയിട്ട് വരണം. സ രി ഗ രി. 3 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. ഇനി സായിൽ നിന്ന് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോകണം. സ രി ഗ മ. ഇതാണ് ആദ്യത്തെ വരി. എല്ലാം സ ബേസ് ചെയ്തായിരുന്നു. ഇനി രി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതേ സിസ്റ്റം ഉപയോഗിച്ച് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോയിട്ട് വരുമ്പോൾ രി ഗ മ പ മ ഗ തിരിച്ചു വന്നു. ഇനി റിയിൽ തുടങ്ങി 3 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രി ഗ മ ഗ. ഇനി റിയിൽ നിന്ന് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോകണം. രി ഗ മ പ. ഒന്ന് വായിച്ചു നോക്കാം. ഇനി റിയിൽ നിന്ന് 4 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നു. പിന്നീട് 3 സ്വരങ്ങൾ പോയി തിരിച്ചു വരുന്നു. പിന്നീട് 4 സ്വരങ്ങൾ മുകളിലേക്ക് പോകുന്നു.
അടുത്തത് ഗായിൽ നിന്ന്. ഇനി മായിൽ നിന്ന്. പായിൽ നിന്ന് 4 സ്വരങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. ഇനി 3 സ്വരങ്ങൾ. ഇനി 4 സ്വരങ്ങൾ മുകളിലേക്ക്. തിരിച്ചു വരുമ്പോഴും സനി ദ പ 4 സ്വരങ്ങൾ താഴേക്ക് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. ഇനി 3 സ്വരങ്ങൾ. ഇനി താഴേക്ക് 4 സ്വരങ്ങൾ വരണം. ഇങ്ങനെ സ്വരങ്ങൾ അടുക്കിയിരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അലങ്കാരം പഠിച്ചെടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ സ്വരങ്ങളുടെ അടുക്ക് എങ്ങനെയാണ്, എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് വായിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടാം കാലം. ഇനി ഇതിൻ്റെ മൂന്നാം കാലം.
നാലേകാലം